Today, I am very happy to come and campaign here for our AICC General Secretary, Mr. Venugopal. Venugopal was the General Secretary for our state, who is responsible for appointing me and telling Sonia Gandhi that if DK Shivakumar is made the president, Congress party will come to power in Karnataka. ഇവിടേക്ക് കടന്നു വന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ കെ സി വേണുഗോപാലിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വേണ്ടി പ്രചരണം നടന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. എന്നെ ഈ സ്ഥാനത്തെത്തിച്ചത് ശ്രീ കെ സി വേണുഗോപാലാണ്. ശ്രീമതി സോണിയാഗാന്ധിയോട് കർണാടകത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ നിയോഗിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ശ്രീ കെ സി വേണുഗോപാലാണെന്നത് അഭിമാനത്തോടെ പറയാൻ. He came to the swearing ceremony, office taking ceremony as a PCC president in Karnataka. There was not a big crowd. It was a very small crowd because COVID was there. I took on August 2nd. So he came and visited the way we had organized the program, a small program with 500 people. Then the same day he said that he gave a message that definitely Congress party will come to power in Karnataka, and he has proved, and 136 members have been elected, and you have a strong, vibrant government in Karnataka. ഞാൻ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ദിവസം ഞാൻ ഓർക്കുകയാണ്. അന്ന് കോവിഡിന്റെ കാലഘട്ടമായിരുന്നു. ഒരു ചെറിയ ഗ്രൗണ്ടിൽ 500 പേർക്ക് മാത്രമേ ആ സമ്മേളനത്തിൽ വരുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന ശ്രീ കെ സി വേണുഗോപാൽ പ്രഖ്യാപിച്ചു, ഇന്ന് ഇവിടെ ചുമതല KPCC അധ്യക്ഷ സ്ഥാനം ഇന്ന് DK ശിവകുമാർ ചുമതല ഏറ്റെടുക്കുന്നു. കർണാടകം കാത്തിരിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഭരണത്തിലേക്കാണ് എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. Why I am telling you is this, that he has a very acumen of assessing people. Today he is helping the country. You know that he could have contested this election in the last itself. In order to help the country and the party, he had to stay back in Delhi. But now the party decided that we should not lose this seat. Again, with all your blessings, he has to represent the parliament which he stood for a very long time, and he represented this constituency in the assembly also, in this parliament section, again in the parliament also. I am confident that he will be your parliament member and he will serve this country. ഞാനിത് ഒരിക്കൽ കൂടി വിവരിച്ചതിന്റെ കാരണം അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ചില കഴിവുകളെ കുറിച്ച് കൂടി സൂചിപ്പിക്കാനാണ്. അദ്ദേഹത്തിന് വ്യക്തികളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതിൽ അനിതര സാധാരണമായ കഴിവുള്ള നേതാവാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം ഈ പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി അദ്ദേഹം പ്രതിദാനം ചെയ്ത ലോക്സഭാ സീറ്റിൽ നിന്നും മാറി നിന്നു. അദ്ദേഹം ഇവിടെ നിയമസഭയിൽ നിന്ന് ജയിച്ച് MLAയും മന്ത്രിയുമായിരുന്നു, ഇവിടുത്തെ പാർലമെന്റ് അംഗമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാജ്യവ്യാപകമായി സംഘടനാപരമായി ശക്തിപ്പെടുത്തുക എന്ന ദൌത്യം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളുടെ പോലും താല്പര്യത്തിന് വിരുദ്ധമായി ആ സ്ഥാനത്ത് നിന്നും മത്സരിക്കാതെ മാറി നിന്നു. പക്ഷെ ഇത്തവണ ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിൽ ആലപ്പുഴയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ നിന്നും മത്സരിക്കുന്നത്. One thing I would like to thank you, the second issue. I am very happy and the entire country congressman is happy. At the difficult times, you have elected our leader who is giving sleepless night to the BJP and the opposition party, the Rahul Gandhi, whom you elected from Wayanad with a big margin. So on behalf of all the countrymen and the congressmen and the opposition party, I would like to thank all the Keralites, Malayalis for electing our leader Rahul Gandhi. ഞാൻ കേരളത്തോടും കേരളീയരോടും ഒരിക്കൽ കൂടി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് അതിശക്തമായ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നേതാവിനെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തു വിട്ടത്, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തു വിട്ടത് നിങ്ങൾ മലയാളികളാണ്. രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച നിങ്ങളാണ്. നിങ്ങളോടുള്ള അഗൈതവമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. One day I asked Rahulji, why you selected Kerala? Why you selected, you could have contested in Karnataka. You would have contested in other part of the country. Rahul Gandhi said to me, DK, Kerala is a land of courage. Kerala is a land of harmony.
Kerala is a land of peace. Kerala is a land of commitment. The people of Kerala are very loyal people. That is, I thought that I should choose Kerala. ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് കേരളം മത്സരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്? അങ്ങ് എന്തുകൊണ്ട് കർണാടക തിരഞ്ഞെടുത്തില്ല? അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു: കേരളം ധീരന്മാരുടെ നാടാണ്, കേരളം പ്രതിബദ്ധതയുടെ നാടാണ്, കേരളം സമാധാനത്തിന്റെ നാടാണ്. അതുകൊണ്ടാണ് ഞാൻ കേരളത്തെ എന്റെ മത്സരഭൂമിയായി തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചത്.